നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെവിടെയും എയിംസിന് സ്ഥലം അനുവദിക്കാമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ സംസ്ഥാനം നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്നും സുരേഷ് ഗോപി. ശക്തമായ മഴയിൽ തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാഞ്ഞിരക്കോട്ട് തോറ്റുപാലം സിത്താര ഹൌസിൽ സേതുവിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറിലേക്ക് വീണു. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി വീണു. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡിലെ വലിയ ചീനിമരമാണ് സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കടപുഴകിയത്. കനത്ത മഴയിൽ ദേശീയപാത മണത്തലയിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു. സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുഴിയിൽ വീണു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരള തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ വയോധികയെ വഴിയിൽ ഒളിഞ്ഞു നിന്ന് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം സ്വർണം കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി സ്വദേശി റോഷനാണ് അറസ്റ്റിലായത്. ദേശീയപാത പെരിഞ്ഞനത്ത് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി രഞ്ജിത് സിംഗ്, തമിഴ്നാട് സ്വദേശി രാജ്കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപം കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അളകപ്പ നഗറിൽ സ്കൂട്ടർ വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരന്തരപ്പള്ളി വേലുപ്പാടം കിണർ സ്വദേശി കരിയാത്തൻ വീട്ടിൽ 26 വയസ്സുള്ള അഭിജിത്താണ് മരിച്ചത്. പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ ഒന്നിനു പിന്നിൽ ഒന്നായി 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 3 പിക്കപ്പ് വാനുകളും ബസും ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അതിരപ്പള്ളിയിൽ കാട്ടാന ദൌത്യം തുടർന്ന് പ്രത്യേക ദൌത്യ സംഘം. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ എത്തുന്നത് തടയുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു നശിപ്പിച്ചു. 58 കിലോ കഞ്ചാവ്, 134 ഗ്രാം മെത്തഫെറ്റമിൻ, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ചിറ്റിശ്ശേരിയിലെ മഹാദേവ ഓട്ട് കമ്പനിയിലെ ചൂളയിലിട്ട് കത്തിച്ചത്. ശ്രീനാരായണപുരത്ത് തണ്ണീർത്തടം നികത്തി കെട്ടിടം നിർമ്മിക്കാൻ ശ്രമം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മുള്ളൻ ബസാറിന് സമീപം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർത്തടമാണ് നികത്തുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മൃച്ഛകടികം കൂടിയാട്ടം ഞായറാഴ്ച വൈകിട്ട് 5-ന് ഭാരതീയ വിദ്യാഭവൻ സർവമൈത്രി പ്രതിഷ്ഠാനിൽ നടത്തും. പ്രൊഫസർ KG പൗലോസ് ഉദ്ഘാടനം നിർവഹിക്കും. ഏനാമക്കൽ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകരെ ആദരിക്കലും പതാക ഉയർത്തലും നടത്തി. വാർഡംഗം AH ഫൈസൽ ക്ഷീരദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി തജ്നീദ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. സോഷ്യൽ മീഡിയ അവതാരകൻ രുദ്രൻ മഹേഷ് നോട്ട്ബുക്ക് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചൊവ്വന്നൂർ കരിപ്പറമ്പിൽ സുധാസിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം കടപുഴകി വീണത്. ബെയറിംഗുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് 3 ആഴ്ചയോളം അടച്ചിട്ട ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പുഴയിൽ നിന്നുള്ള 7 തൂണുകൾക്കും മുകളിലെ സ്ലാബുകൾക്കും ഇടയിലുള്ള 42 ബെയറിംഗുകളാണ് മാറ്റിസ്ഥാപിച്ചത്. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചിയിറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും.
ഓപ്പറേഷൻ തൂഫാൻ റൂറൽ പോലീസ് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ എസ്.പി. ബി. കൃഷ്ണകുമാർ. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ബി. കൃഷ്ണകുമാർ. നേട്ടങ്ങളുടെ പട്ടികയുമായി തൃശൂർ ജില്ലാ റൂറൽ പോലീസ്. ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി റൂറൽ എസ്.പി. പാഞ്ഞാൾ പൈങ്കുളത്ത് തനിച്ച് താമസിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേരപ്പറമ്പിൽ വീട്ടിൽ പരേതനായ രാമൻകുട്ടി ഭാര്യ 69 വയസ്സുള്ള നാരായണിയാണ് മരിച്ചത്. സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുമെന്ന വ്യാജ പ്രഖ്യാപനം നടത്തി വിദ്യാർത്ഥികൾക്ക് TC നൽകാതെ അധികൃതർ പിടിച്ചുവെക്കുന്നതായി പരാതി. കുന്നംകുളം ചൊവ്വന്നൂരിലെ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിനെതിരെയാണ് ആരോപണം. സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്തിലാണെന്ന മാതാ അമൃതാനന്ദമയി. അയ്യന്തോൾ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വടക്കേമഠം ബ്രഹ്മസ്വം തൃശൂർ വേദപാഠശാലയിൽ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തെക്കേമഠം മാനേജർ ഡോക്ടർ വടക്കുംപാട്ട് നാരായണ നമ്പൂതിരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ നിവേദ്യ കെ. പ്രദീപിനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അഡ്വക്കേറ്റ് S. അജി, കോർപ്പറേഷൻ കൌൺസിലർ വത്സല ബാബുരാജ്, K. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതകളെ സ്വയം പര്യാപ്തരാക്കാൻ തയ്യൽ മെഷീൻ വിതരണവുമായി പാവറട്ടി റോയൽ ലയൺസ് ക്ലബ്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് തയ്യൽ മെഷീൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. 23ാമത് ഫിഫ ലോകകപ്പ് ഈ മാസം 11 മുതൽ ജൂലൈ 19 വരെ US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറും. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആകെ 104 ആവേശകരമായ മത്സരങ്ങളാണ് 39 ദിവസങ്ങളിലായി നടക്കുക. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ പ്രിയോർ മാവിൻ തൈ നടീലിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ സെബി പാലമറ്റത്ത് നിർവഹിച്ചു. പ്രധാനാധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ CMS സ്കൂൾ സന്ദർശിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോൺസൺ E. ജോർജ് മന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുന്നംകുളത്ത് ഓൺ ചെയ്ത് നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കളിക്കുന്നതിനിടെ വാഹനം മുന്നോട്ട് നീങ്ങി കിണറ്റിലേക്ക് മറിഞ്ഞ് 4 വയസ്സുകാരിക്ക് പരിക്കേറ്റു. കുന്നംകുളം മരത്തങ്കോട് അമ്പലംപള്ളി സ്വദേശി ബിന്നി സീമ ദമ്പതികളുടെ മകൾ LC എന്ന 4 വയസ്സുകാരിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.